കഴിഞ്ഞ കുറച്ച് ദിവസമായി കേൾക്കുന്ന, കുറച്ച് ദിവസമല്ല കുറച്ച് മാസങ്ങളായി കേൾക്കുന്ന ഒരു പേരാണ് അഷ്വേർഡ് പെൻഷൻ കൊടുക്കും. അഷ്വേർഡ് എന്താണ് ഈ അഷ്വേർഡ് പെൻഷൻ? ഉറപ്പായ പെൻഷൻ എന്നോ? എന്താണത്? പങ്കാളിത്ത നാഷണൽ പെൻഷൻ സ്കീം NPS വന്നപ്പോൾ, അതിപ്പോൾ 10-15 വർഷമായി, 15 വർഷത്തിൽ കൂടുതൽ കഴിഞ്ഞു. NPS വന്നപ്പോൾ പങ്കാളിത്ത പെൻഷൻ വന്നു. പങ്കാളിത്ത പെൻഷൻ ആയപ്പോൾ 60 വയസ്സാക്കിയ ആളുകൾക്ക് അതിനെ തുടർന്ന് പിന്നെ അവരുടെ കോൺട്രിബ്യൂഷൻ അടയ്ക്കണം. അവരിൽ സർക്കാരിൻ്റെ കോൺട്രിബ്യൂഷൻ ഇല്ല. അവരടയ്ക്കുന്ന കോൺട്രിബ്യൂഷൻ്റെ പിന്നെ ഒരു ഭാഗം അവർക്ക് പോകുമ്പം കൊടുക്കും. ബാക്കി പൈസ LIC മെർജ് ചെയ്യും. ആ LICയിൽ നിന്ന് അവർക്ക് എന്ത് കിട്ടും? മാസം തോറും പെൻഷൻ കിട്ടും. ഈ പലിശ എണ്ണത്തിലുള്ള പെൻഷൻ കിട്ടും. പക്ഷേ ഇതൊരു 25 വർഷമൊക്കെ ജോലി ചെയ്തിട്ടുള്ളവരാണെങ്കിൽ, ഒരു 25-30 വർഷമൊക്കെ ജോലി ചെയ്തവർക്കാണെങ്കിൽ ലാഭം വരും. ആളുകൾക്ക് നല്ലതാണ്. കാരണം നല്ല തുക കിട്ടും. 80% വിഡ്രാ ചെയ്യുകയും ചെയ്യാം. ബാക്കിയുള്ള പൈസ ഇടാൻ പറ്റും. ഇപ്പോൾ 1,20,00,000 രൂപ അല്ലെങ്കിൽ 1,20,00,000 രൂപ ഉണ്ടെങ്കിൽ അതിൻ്റെ 80%-ഓളം വിഡ്രാ ചെയ്യാൻ പറ്റും. സർവീസ് കാലയളവ് കഴിയുമ്പോൾ 10-25 വർഷം ജോലി ചെയ്താൽ വിഡ്രാ ചെയ്യാൻ പറ്റും. ബാക്കി പൈസയ്ക്കുള്ള പലിശയും കിട്ടുമ്പോൾ നല്ല പൈസയും കിട്ടും. അത്യാവശ്യം നല്ല പൈസ കിട്ടും. പക്ഷേ 5, 6, 10 വർഷമൊക്കെ ജോലി ചെയ്തിട്ട് പോയാൽ വലിയ നാമമാത്രമായ തുകയെ കിട്ടുകയുള്ളൂ. അത് വലിയൊരു അനീതിയുണ്ട് അതിനകത്ത്. ഈ അനീതി മനസ്സിലാക്കിയിട്ട് ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളും എന്തിലേക്ക് പോയി? പെൻഷൻ സ്കീം മാറ്റി സ്റ്റാറ്റ്യൂട്ടറിക്ക് പകരമുള്ള മറ്റ് പെൻഷൻ സ്കീമുകൾ തയ്യാറാക്കി. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ ബാലഗോപാൽ അണ്ണൻ എണ്ണ തേപ്പിച്ച് കുളിപ്പിക്കുന്ന അണ്ണൻ പറയുന്നതെല്ലാം ഇപ്പോൾ അബദ്ധങ്ങളാണ്. അണ്ണൻ പുതിയൊരു അബദ്ധം കണ്ടുപിടിച്ചു. അഷ്വേർഡ് പെൻഷൻ എന്താണ് ഈ സാധനമൊന്നും ഇതുവരെ പുറത്ത് പറഞ്ഞിട്ടില്ല. എന്ത് പേപ്പറാണ് സെക്രട്ടേറിയറ്റ് തയ്യാറാവുന്നതെന്നും പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസവും അണ്ണൻ ഇങ്ങനെ അനിയൻ, അണ്ണനല്ല ഐഷ ചേച്ചിയുടെ അനിയൻ ചാനലിൽ വന്ന് പറഞ്ഞായിരുന്നു, പിന്നെ പത്രക്കാരോട് പറഞ്ഞു അഷ്വേർഡ് പെൻഷൻ കൊടുക്കും. വലിയ വാർത്തയാണ്. എന്താണ് അഷ്വേർഡ് പെൻഷൻ? മൊത്തം ലാസ്റ്റ് വാങ്ങുന്ന ശമ്പളത്തിൻ്റെ 50% കൊടുക്കുമെന്നാണോ 40% കൊടുക്കുമെന്നാണോ? എന്താണ് ഈ അഷ്വേർഡ് പെൻഷൻ? 50% കൊടുക്കുമെന്ന് ഒരു വാദം കേൾക്കുന്നു. 45%, ഉദാഹരണം 50,000 രൂപയാണ് ലാസ്റ്റ് മാച്ച ഗ്രോസ് സാലറി എങ്കിൽ അയാൾക്ക് 25,000 രൂപയോ അല്ലെങ്കിൽ 40% 20,000 സംതിങ് റുപ്പീസോ കിട്ടും. ഇതാണ് അഷ്വേർഡ് പെൻഷൻ എന്നൊരു വാദം കേൾക്കുന്നു. നമുക്കറിയില്ല. അല്ല, പിന്നെ മറ്റേ പങ്കാളിത്ത പെൻഷൻ പോലെ ഇതിനെ കൂട്ടിക്കുഴച്ച്, മെഡിസെപ്പ് പോലെ ഇതിനെ വല്ലാതെ കൂട്ടിക്കുഴച്ച്, ചക്ക കുഴയ്ക്കും പോലെ കുഴച്ച് അവസാനം ആളുകൾ കോടതി കേസും വഴക്കും അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലും പോകുന്ന രീതിയിലേക്ക് കൊണ്ടുവരുമോ? കാരണം സെക്രട്ടേറിയറ്റിലിരിക്കുന്ന കുറച്ച് ചേട്ടന്മാർ ഇപ്പം എഴുതിക്കൊണ്ട് പിടിപ്പിക്കുന്നതെല്ലാം വക്ര രീതിയിലാണ്. കോടതിയിൽ കൊടുത്ത DAയുടെ കേസിൽ കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റ് ഭൂലോക ഉടായ്പാണ്. അതുപോലെ തന്നെയാണ് മെഡിസെപ്പ്. വലിയ ഒരു തരികിടതവും ആണ് ഈ മെഡിസെപ്പ്. അതുപോലെ എന്തെങ്കിലും ഒരു പുതിയ തരികിടയായിട്ടാണോ ഈ അഷ്വേർഡ് പെൻഷൻ വരുന്നതെന്ന് അറിയില്ല. എന്തായാലും ജീവനക്കാരെ പറ്റിച്ചുകൊണ്ടേയിരിക്കുന്നു, വീണ്ടും വീണ്ടും പറ്റിക്കുന്നു, വലിയ തോതിൽ പറ്റിക്കുന്നു. പക്ഷേ അതിനകത്ത് സെക്രട്ടേറിയറ്റിനകത്തുള്ള ഇതൊക്കെ ഡ്രാഫ്റ്റ് ചെയ്യുന്ന ഒരു സംഘമുണ്ട്. അവരെന്താണ് ഡ്രാഫ്റ്റ് ചെയ്യണമെന്നറിയില്ല, എന്ത് ഹോംവർക്കാണ് അവർ ചെയ്യുന്നതെന്നറിയില്ല. എന്തായാലും പെൻഷൻകാർക്ക് 2 ഗഡു DA നേരത്തെ പോയി. ഇപ്പം പലർക്കും ഗഡു ഇല്ല, DA ഇല്ല, ലീവ് സറണ്ടർ ഇല്ല, ഒന്നുമില്ല. ഇനി അഷ്വേർഡ് പെൻഷനിൽ എന്ത് തട്ടിപ്പാണ് വരാനിരിക്കുന്നതെന്നാണ് കാലം കാത്ത് നോക്കുന്നത്. എന്തായാലും വളരെ ഈഗറായി സർവീസിലുള്ളവർ, പങ്കാളിത്ത പെൻഷൻ വഴി കയറിയവർ കാത്തിരിക്കുകയാണ്. ഈ തട്ടിപ്പിൻ്റെയും പറ്റിപ്പിൻ്റെയും പുതിയ രൂപമാണോ അതോ മാന്യമായ ഒരു പാക്കേജ് കൊടുക്കുമോ എന്നറിയാൻ.